Hi friends, welcome back to another video. ഇന്ന് 10th മെയിൻസ് ഡിഗ്രി പ്രിലിംസ് ഡിഗ്രി മെയിൻ സിലബസുകളിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയി എടുത്തു പറഞ്ഞിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ എന്ന ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഭരണഘടനാ ഭേദഗതികൾ എന്താണെന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ 42, 44 എന്നിവയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യം എന്താണ് ഭരണഘടനാ ഭേദഗതി എന്നും SCERTയിൽ എന്താണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നും നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 20. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 20 അതുപോലെ തന്നെ ഈ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 368 സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന രീതികൾ ഏതൊക്കെയാണ്? ഒന്ന്, പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട്. രണ്ട്, പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടിയിട്ട്. മൂന്നാമത്, പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയുമുള്ള ഭേദഗതി. അങ്ങനെ 3 രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന രീതികൾ. ഏതൊക്കെയാണ്? കേവല ഭൂരിപക്ഷം, സ്പെഷ്യൽ മെജോറിറ്റിയോടൊപ്പം സംസ്ഥാനങ്ങളുടെ 50% കൂടി. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. 1951 ഒന്നാം ഭേദഗതി, അതായത് ഭരണഘടനയിൽ 9ാം പട്ടിക കൂട്ടിച്ചേർത്തുകൊണ്ട്, ഭൂപരിഷ്കരണ നിയമം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒന്നാം ഭേദഗതി നടത്തിയത് 1951 2025 ആയപ്പോഴേക്കും 106ഓളം ഭരണഘടനാ ഭേദഗതികൾ നിലവിൽ വന്നു. നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന കറണ്ട് അഫയേഴ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ലേ. SCERT ടെക്സ്റ്റ് ബുക്കിൽ, പുതിയ SCERT ടെക്സ്റ്റ് ബുക്കാണ് സ്റ്റാൻഡേർഡ് 9. അതിൽ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസങ്ങൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ചാപ്റ്ററിൽ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്ന ഭാഗം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. 61ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. 61ാം ഭരണഘടനാ ഭേദഗതി 1989 നിലവിൽ വന്നു. അതായത് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച ഭേദഗതിയാണ് 61ാം ഭേദഗതി. രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ സമയത്തായിരുന്നു. അതുപോലെ 86ാം ഭരണഘടനാ ഭേദഗതി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഭേദഗതിയാണ്. 2002 86ാം ഭേദഗതി 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്ന ഭരണഘടനാ ഭേദഗതിയായിരുന്നു 86ാം ഭരണഘടനാ ഭേദഗതി. 101ാം ഭേദഗതി പ്രകാരം ചരക്കു സേവന നികുതി അഥവാ GST നിലവിൽ വന്നു എന്നുകൂടി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ GST ബില്ല് നിലവിൽ വന്നത് എന്നാണെന്നൊരു PYQ ആണ്. ഡേറ്റ് 2017 ജൂലൈ 1 2017 ജൂലൈ 1 GST ബില്ല് നിലവിൽ വന്നത്. ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഭേദഗതി ചെയ്യുന്നത്, ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. അപ്പം നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ അമെൻമെന്റ് എന്നൊരു സംഭവം നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കടമെടുത്തൊരു ആശയമാണ്. അപ്പോൾ ഇനി അടുത്തൊരു പോയിന്റ് എന്താ? ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ ആർട്ടിക്കിൾ 368 അനുസരിച്ച് പാർലമെന്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. പോയിന്റ് നോട്ട് ചെയ്യുക. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. അതുപോലെ ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാവണമെങ്കിൽ ഇരുസഭകളുടെയും അംഗീകാരം ആവശ്യമാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഇരുസഭകൾക്കിടയിൽ ഈ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. എങ്ങനെയാണ്? ഇരു സഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അവ പരിഹരിക്കാനായിട്ട് സംയുക്ത സമ്മേളനം പോലെയുള്ള നടപടിക്രമങ്ങൾ ഇല്ല.
ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കുവാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കുവാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട് എന്നുകൂടി പറയുന്നു. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന രീതികൾ നമ്മൾ മുന്നേ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? കേവല ഭൂരിപക്ഷം, പിന്നെ സ്പെഷ്യൽ മെജോറിറ്റി, മറ്റൊന്ന് സ്പെഷ്യൽ മെജോറിറ്റിയോടൊപ്പം സംസ്ഥാനങ്ങളുടെ 50% കൂടി എന്ത് വേണം, അംഗീകാരം വേണം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു. അതുതന്നെയാണ് ഈ ഭേദഗതി രീതിയിൽ അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി എന്ന് പറയുന്നത്. അയവുള്ള ഭേദഗതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ചില വകുപ്പുകൾ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടു കൂടി, അതിലെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ രീതിയിൽ നമുക്ക് ഭേദഗതി ചെയ്യാം. അതിനെയാണ് അയവുള്ള ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേവല ഭൂരിപക്ഷമാണ് അവിടെ വേണ്ടത്. അതിന് ഉദാഹരണമാണ് സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭേദഗതി ചെയ്യുന്നത്. നോക്കേണ്ടത് ദൃഢമായ ഭേദഗതി. ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ വേണ്ടിയിട്ട് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്. അതിന് എക്സാമ്പിളാണ് മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ. ഇനി അതിദൃഢമായ ഭേദഗതി എന്ന് പറയുമ്പോൾ എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റിയും വേണം, അതോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രം ഭേദഗതി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതാണ് അതിദൃഢമായ ഭേദഗതിയിൽ വരുന്നത്. അതിന് ഉദാഹരണമാണ് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അതുപോലെ ജനപ്രാതിനിധ്യ നിയമം. അതെല്ലാം അതിദൃഢ ഭേദഗതിയിൽ വരുന്നതാണ്, അതിദൃഢമായ ഭേദഗതി. അപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന 3 രീതികളാണ് നമ്മൾ പറഞ്ഞത്. കേവല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട്, അതുപോലെ സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടിയിട്ടുള്ളതുണ്ട്, സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് 50% സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി ഭേദഗതി ചെയ്യുന്നവയുണ്ട്. ഇനി നമുക്ക് 42ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പഠിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 42. 1976 ഡിസംബർ 18 ഈ 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. അത് പ്രാബല്യത്തിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ 1977 ജനുവരി 3 1977 ജനുവരി 3 42ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നത്. ഈ ഭേദഗതി സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വരുത്തിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വരുത്തിയ കാരണം ഇത് ഇന്ദിരയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുകൂടി 42ാം ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നുണ്ട്. ഇന്ദിരയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. മറ്റൊരു പേരാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നതും 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ ഈ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭേദഗതി നിലവിൽ വന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ഇനി 42ാം ഭരണഘടനാ ഭേദഗതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി 1976. ഓക്കെ, 42ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഇൻ്റഗ്രിറ്റി, സോഷ്യലിസ്റ്റ്, സെക്കുലാർ, ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 4A മൗലിക കടമകൾ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു അല്ലേ? 4A മൗലിക കടമകൾ. എത്ര മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തത്? 10 മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തത്. ഭാഗം 4A ആർട്ടിക്കിൾ 51A 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഭേദഗതി 42 പ്രകാരമാണ്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14A കൂട്ടിച്ചേർത്തു. 14A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതും 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ഭാഗങ്ങളാണ്. ഭാഗം 4A, ഭാഗം 14A. മറ്റെന്തൊക്കെ മാറ്റങ്ങളാണ് 42ാം ഭേദഗതിയിലൂടെ വന്നത്? 42ാം ഭേദഗതി പ്രകാരം 1976 ലോകസഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 5 നിന്ന് 6 വർഷമാക്കി ഉയർത്തി. 42ാം ഭേദഗതിയിൽ 1976 ലോകസഭയുടെയും നിയമസഭകളുടെയും ഒക്കെ കാലാവധികൾ 5 നിന്നും 6 വർഷമാക്കി മാറ്റി. ഇന്ദിരാഗാന്ധി ആയിരുന്നല്ലോ ഈ സമയത്ത് പ്രധാനമന്ത്രി. അവരുടെ ഒരു മേൽക്കോയ്മയായിരുന്നു ഈ ഭാഗത്ത് ഈ ഒരു സമയത്ത് തെളിഞ്ഞു നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇന്ദിരയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പിന്നീട് എന്ത് വന്നു?
വന്നു. 44-ാം ഭേദഗതിയിൽ ഇത് വീണ്ടും തിരിച്ച് 5 വർഷം ആക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ഭേദഗതി പഠിക്കുമ്പോൾ അതിൽ വരും. 42-ാം ഭേദഗതി പ്രകാരം 1976-ൽ ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി 5-ൽ നിന്നും 6 വർഷമാക്കി ഉയർത്തി. മറ്റൊരു പോയിന്റ്, 42-ാം ഭേദഗതി പ്രകാരം ഭാഗം 4 എന്തുവാ? DPSP നിർദ്ദേശക തത്വങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ 39A തുല്യനീതി സൗജന്യ നിയമസഹായം എന്നതും, അതുപോലെ 43A വ്യവസായ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റിന്റെ കീഴിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം എന്നതും, 48A പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വനവും വന്യജീവികളുടെ സംരക്ഷണവും. ഏതൊക്കെയാണ്? 39A, 43A, 48A. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു? ഭാഗം 4-ൽ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഓക്കെ, 42-ാം ഭേദഗതി പ്രകാരം ഈ 3 അനുച്ഛേദങ്ങൾ 39A, 43A, 48A എന്നീ 3 അനുച്ഛേദങ്ങൾ DPSP അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നുള്ളതൊരു പോയിന്റാണ്. ഇനി അടുത്തത് ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? 1976-ലെ 42-ാം ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ 352 പ്രകാരമുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും. ഓക്കെ, എന്താണ്? 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് മാത്രമായി 352 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കും. അതുപോലെ പാർലമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഒരു പ്രാവശ്യം 6 മാസത്തേക്ക് ദീർഘിച്ചിരുന്ന പ്രസിഡന്റിന്റെ ഭരണം 1976-ലെ 42-ാം ഭേദഗതി പ്രകാരം 1 വർഷമാക്കി മാറ്റി. പാർലമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഒരു പ്രാവശ്യം 6 മാസത്തേക്ക് ദീർഘിപ്പിച്ചിരുന്ന പ്രസിഡന്റിന്റെ ഭരണം 1976-ലെ 42-ാം ഭേദഗതി പ്രകാരം 1 വർഷം വരെ എന്ത് ചെയ്യാം? പ്രസിഡന്റ് ഭരണം തുടരാമെന്നാക്കി മാറ്റി. ഇനി മറ്റൊരു പോയിന്റ് ഉള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉള്ളത്, 42-ാം ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് 5 വിഷയങ്ങൾ മാറ്റി. ഏതൊക്കെയാണ് 5 വിഷയങ്ങൾ? വിദ്യാഭ്യാസം, വനം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, അളവുതൂക്ക സമ്പ്രദായം, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. ഒന്നുകൂടി നോക്കാം. വിദ്യാഭ്യാസം, വനം, അളവുതൂക്കം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, നീതിന്യായ ഭരണമാണ് ഈ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെ മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം എന്ന് ഉദ്ദേശിക്കുന്നത് നീതിന്യായ ഭരണം എന്ന പോയിന്റാണ്. വിദ്യാഭ്യാസം, വനം, അളവുതൂക്കം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, നീതിന്യായ ഭരണം എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു 1976 വരെ. ഇവ 5ഉം എന്ത് ചെയ്തു? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അടുത്തത് 44-ാം ഭരണഘടനാ ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി 1978-ലാണ് പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടത്. അത് നിലവിൽ വന്നത് 1979 ഏപ്രിൽ 30-നാണ്. എന്താണ് 44-ാം ഭരണഘടനാ ഭേദഗതി പ്രധാനമായിട്ടും പരിഗണിച്ചിരുന്ന കാര്യമെന്ന് ചോദിച്ചാൽ, 1976-ൽ 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം മാറ്റി പഴയ പോലെ തന്നെ ആക്കുക. അതായത് പഴയ നിയമങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് 44-ാം ഭേദഗതി പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, ജനതാ ഗവൺമെന്റിന്റെ സമയത്തായിരുന്നു ഈ 44-ാം ഭേദഗതി നിലവിൽ വരുന്നത്. 44-ാം ഭേദഗതിയുടെ സമയത്ത് പ്രധാനമന്ത്രി ആയിരുന്നത് മൊറാർജി ദേശായിയും അതുപോലെ പ്രസിഡന്റ് ആയിരുന്നത് നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു. ക്ലിയർ അല്ലേ? ആ സമയത്ത് നിയമമന്ത്രി ആരാണെന്നും കൂടി PSC ചോദിച്ചിട്ടുണ്ട്. ശാന്തി ഭൂഷണായിരുന്നു. ഈ ജനതാ പാർട്ടി അല്ലെങ്കിൽ ആ ജനതാ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഈ ഒരു സമയത്ത് ശാന്തി ഭൂഷണായിരുന്നു നിയമമന്ത്രി. ഇദ്ദേഹം 2023 ജനുവരി 31-നാണ് അന്തരിച്ചത് കേട്ടോ. ഈ ശാന്തി ഭൂഷൺ 2023 ജനുവരി 31-നാണ് അന്തരിച്ചത്. അപ്പോൾ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം മാറ്റിയ നിയമങ്ങളെല്ലാം പഴയ രീതിയിലേക്ക് പുനഃസ്ഥാപിക്കുക എന്നാണ് ജനതാ ഗവൺമെന്റിന്റെ ഉദ്ദേശം. അപ്പോൾ അവർ ഏറ്റവും ആദ്യം തന്നെ എന്ത് ചെയ്തു? ലോകസഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷമാക്കി ഇന്ദിരാഗാന്ധി ഉയർത്തി വെച്ചു. ഇവര് 6 വർഷത്തിൽ നിന്നും അത് 5 വർഷമാക്കി പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ 44-ാം ഭേദഗതി പ്രകാരം ലോകസഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി മാറ്റി. ഓക്കെ, 44-ാം ഭേദഗതിയുടെ ഫസ്റ്റ് പോയിന്റ് അതാണ്. ഒരു റിപ്പീറ്റിംഗ് പോയിന്റ് ആണ് സ്വത്തവകാശം സംബന്ധിച്ചത്. സ്വത്തവകാശം ഈ 44-ാം ഭേദഗതിയുടെ സമയം വരെ ഭാഗം 3-ല്
ആർട്ടിക്കിൾ 31 പ്രതിപാദിച്ചിരുന്നത്. അതായത് മൗലികാവകാശമായിരുന്നു. 1978 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എവിടെ കൊണ്ടുപോയിട്ടു? ഭാഗം 12 300A എന്ന ആർട്ടിക്കിളിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ സ്വത്തവകാശത്തെ എന്താക്കി മാറ്റി? നിയമപരമായ അവകാശമാക്കി മാറ്റി. ഓക്കെ, 44-ാം ഭേദഗതി പ്രകാരം മൗലികാവകാശമായിരുന്ന സ്വത്തവകാശത്തെ നിയമാവകാശമാക്കി മാറ്റി. നിലവിൽ സ്വത്തവകാശം നിയമാവകാശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തേർഡ് പോയിന്റ്, ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണെന്ത്? ആഭ്യന്തര കലാപം. ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ആഭ്യന്തര കലാപം. ഈ ആഭ്യന്തര കലാപം അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന പദത്തിന് പകരം സായുധ വിപ്ലവം എന്ന പദം കൂട്ടിച്ചേർത്തു. സായുധ വിപ്ലവം എന്ന പദം കൂട്ടിച്ചേർത്തതും 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അനുച്ഛേദം 359 പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ പ്രസിഡന്റിന്റെ പ്രത്യേകമായ ഉത്തരവ് പ്രകാരം നഷ്ടമാവും. പക്ഷേ 1978 44-ാം ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെ? ആർട്ടിക്കിൾ 20ഉം 21ഉം അത് റദ്ദ് ചെയ്യാൻ സാധിക്കില്ല. ആർട്ടിക്കിൾ 20ഉം 21ഉം ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ റദ്ദ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന ഭരണഘടനാ ഭേദഗതി വന്നത് ഈ 44-ാം ഭേദഗതി പ്രകാരമാണ് അങ്ങനെ വന്നത്. ഓക്കെ, ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദ് ചെയ്യുവാൻ കഴിയില്ല എന്ന വ്യവസ്ഥ വന്നത് 44-ാം ഭേദഗതി പ്രകാരമാണ്. അതുപോലെ 1978 44-ാം ഭേദഗതി പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ പ്രസിഡന്റ് പ്രഖ്യാപിക്കുമ്പോൾ 1 മാസത്തിനകം പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കണമെന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? 1978 44-ാം ഭേദഗതി പ്രകാരം പ്രസിഡന്റ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 1 മാസത്തിനകം പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കണം. എന്നാൽ ഇതിന് മുമ്പ് ഇത് 2 മാസമായിരുന്നു. 44-ാം ഭേദഗതി പ്രകാരം എന്താണ്, അത് 1 മാസമാക്കി കുറയ്ക്കുകയാണ് ചെയ്തത്. ക്ലിയർ? ഈ 42-ാം ഭരണഘടനാ ഭേദഗതി സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ കുറേ റൂൾസാണ് അവിടെ കൊണ്ടുവന്നത്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ അവിടെ പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രി പറയുന്നത് കേട്ട് നിൽക്കുന്ന പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദിനും മാത്രമായിരുന്നു ഗംഭീര റോൾ ഉണ്ടായിരുന്നത്. അതെല്ലാം വെട്ടിക്കുറയ്ക്കുകയാണ് 44-ാം ഭരണഘടനാ ഭേദഗതിയിൽ ചെയ്യുന്നത്. 42-ാം ഭേദഗതിയുടെ സമയത്ത് എങ്ങനെയായിരുന്നു? ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനൊക്കെ സാധിക്കുമായിരുന്നു അല്ലെ? അതിന് മുൻകൂർ അനുമതിയോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ മറ്റുള്ള തീരുമാനങ്ങളോ ഒന്നും വേണ്ടിയിരുന്നില്ല. പക്ഷേ 44-ാം ഭേദഗതിയ സമയത്ത് കേന്ദ്ര മന്ത്രിസഭ എഴുതി തയ്യാറാക്കിയ ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കൂ എന്ന നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് കേന്ദ്ര മന്ത്രിസഭയുടെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെ കൊണ്ടുവന്നു. പിന്നെ മറ്റൊരു പോയിന്റ് ഉള്ളത്, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം 2 മാസമായിരുന്നു, പിന്നെ 1 മാസത്തിനകം എന്ത് ചെയ്യണം? പാർലമെന്റ് അംഗീകാരം ലഭിക്കണം നമ്മൾ പറഞ്ഞു. ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയങ്ങളിൽ നമുക്ക് മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടമാവുന്നുണ്ട്. അനുച്ഛേദം 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടമാകും. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 358 പ്രകാരം അനുച്ഛേദം 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടമാകുന്നുണ്ട്. ഈ ഭാഗത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. 44-ാം ഭേദഗതി പ്രകാരം അനുച്ഛേദം 19 പൗരന്മാർക്ക് നഷ്ടമാകുന്നത് യുദ്ധം, പുറത്തു നിന്നുള്ള കടന്നുകയറ്റം, ഇവ 2 കാരണമാണ് അനുച്ഛേദം 19 നഷ്ടമാവുന്നത്. എന്നാൽ സായുധ കലാപം കാരണം അനുച്ഛേദം 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ത് ചെയ്യില്ല? പൗരന്മാർക്ക് നഷ്ടപ്പെടില്ല. യുദ്ധം, പുറത്തു നിന്നുള്ള കടന്നുകയറ്റം, എക്സ്റ്റേണൽ എമർജൻസി സമയത്താണ് ആർട്ടിക്കിൾ 19 പ്രകാരം നമുക്ക് നമ്മുടെ മൗലിക സ്വാതന്ത്ര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നത്. എന്നാൽ സായുധ കലാപം കാരണം ഈ മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുന്നില്ല എന്നൊരു പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. സിലബസിൽ പറഞ്ഞിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഭരണഘടനാ ഭേദഗതി എന്നും 42-ാം ഭരണഘടനാ ഭേദഗതിയും 44-ാം ഭരണഘടനാ ഭേദഗതിയുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. തുടർന്നുള്ള ഭേദഗതികളെല്ലാം വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കേണ്ടതാണ്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.